ഫലം വരും മുന്നേ UDF-ൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവം. പോരിന് തടയിടാൻ മുരളീധരനും ചെന്നിത്തലയും. തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനിയും 20 ദിവസങ്ങൾ ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി ആരെന്ന ചർച്ച കോൺഗ്രസിൽ സജീവമായിരിക്കുകയാണ്. കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ചർച്ചകൾ കൊഴുക്കുന്നത്. UDF അധികാരത്തിൽ വരുമെന്ന ഉറച്ച വിശ്വാസമാണ് അണികൾക്കുള്ളത്. എന്നാൽ നേതൃത്വം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഫലം വന്ന ശേഷം മതി ചർച്ച എന്നതാണ് നേതൃത്വത്തിന്റെ നിലപാട്. തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകൾ ഉയർത്തി അണികൾ സോഷ്യൽ മീഡിയയിൽ ചേർത്തിരുന്ന് പ്രചാരണം തുടങ്ങിയിരുന്നു. ഇത് ഇവരുടെ അറിവോടെയല്ല നടന്നതെന്ന് കരുതാനാവില്ല. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും നേതാക്കളുടെ ഇടപെടൽ നടന്നിരുന്നു. സ്വന്തക്കാരെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താൻ നീക്കം നടന്നിരുന്നു. മത്സര രംഗത്തെത്തിയവരിൽ ഭൂരിപക്ഷവും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ്. ഭരണം കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതിനാലും MP-മാർ മത്സരിക്കേണ്ട എന്ന പൊതുധാരണ ഉള്ളതിനാലുമാണ് KC മത്സരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നത്. UDF വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വരുമെന്ന പ്രചരണവും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുമ്പ് തന്നെ സജീവമായിരുന്നു. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി നടക്കുന്ന പരസ്യ ചർച്ചകൾക്കെതിരെ ഇപ്പോൾ മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏകപക്ഷീയമായ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിന് കൃത്യമായ സംവിധാനങ്ങളുണ്ടെന്നും നേതാക്കളായ K മുരളീധരനും രമേശ് ചെന്നിത്തലയും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് കോൺഗ്രസ് ഇതുവരെ കടന്നിട്ടില്ലെന്നും ഇത്തരം കാര്യങ്ങളിൽ വ്യക്തികൾ ഏകപക്ഷീയമായി അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ജൂൺ 4-ാം തീയതിക്ക് ശേഷം പാർട്ടി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും. മുഖ്യമന്ത്രി ആരാകുമെന്ന് എല്ലാ ദിവസവും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഹൈക്കമാൻഡ് യുക്തമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. എന്നാൽ സോഷ്യൽ മീഡിയയിലെ ചേരിതിരിഞ്ഞുള്ള പ്രചാരണത്തിന് കുറവൊന്നും വന്നിട്ടില്ല. KC വേണുഗോപാലിനാണ് സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ മുൻതൂക്കമുള്ളത്. VD സതീശനെ അനുകൂലിക്കുന്ന വിഭാഗവും സജീവമാണ്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണത്തിൽ രമേശ് ചെന്നിത്തല 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കാൻ കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു. ജയപരാജയങ്ങൾ ഉറപ്പാകാത്ത സാഹചര്യത്തിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചേരിതിരിവ് പ്രകടമായിരിക്കുകയാണ്. ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതായിരിക്കും UDF നേരിടുന്ന ആദ്യത്തെ വെല്ലുവിളി.